കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് കേൾക്കുന്നു. ഇനി പ്രഖ്യാപനം പറയേണ്ട കാര്യമേ ഉള്ളൂ, താമസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കെ.സി. വേണുഗോപാൽ വരുന്നതിനോട് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടെ അതിനേക്കാൾ അർഹനായ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളതാണ്, അദ്ദേഹത്തെ അവഗണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, കെ.സി. വേണുഗോപാലിൻ്റെ ഈ ജനപിന്തുണ, അദ്ദേഹത്തിന് ആലപ്പുഴ ആ ഭാഗത്ത് കുറച്ച് ജനപിന്തുണ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഓൾ കേരള ജനപിന്തുണ എത്രയുണ്ടെന്ന് വ്യക്തമല്ല. ഈ എം.എൽ.എമാർക്കിടയിൽ അദ്ദേഹത്തിന് പിന്തുണ കാണും. കാരണം അവർക്കെല്ലാം അവരെയെല്ലാം സെലക്ട് ചെയ്യുന്നതിലും അവർക്ക് പൈസ കൊടുക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്. അപ്പോൾ ആ നന്ദി കാണിക്കുന്നുണ്ട് എം.എൽ.എമാർ. ഈ ജനങ്ങളോടല്ല അവരുടെ കൂറ്, നേരെ മറിച്ച് അവർക്ക് പൈസ കൊടുത്തവരും അവരോട് അവരെ സെലക്ട് ചെയ്തവരും അവരോടാണ് അവരുടെ കൂറ്. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നതെന്ന്. ഇനി കെ സി മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഇലക്ഷൻ വരും, ശോഭാ സുരേന്ദ്രൻ മിക്കവാറും അത് അടിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നെ കെ സി തന്നെ എവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് എന്താണ് ഉറപ്പിരിക്കുന്നത്? ഇപ്പം നമ്മൾ കണ്ടു, പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ അനുയായികൾ തന്നെ പാർട്ടിക്കെതിരെ നിൽക്കുന്ന വിമതരെ വിജയിപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്തു. പണ്ട് കാലത്തൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ആര് നിന്നാലും അവരെ ജയിപ്പിക്കുമായിരുന്നു. ആ കാലമൊക്കെ പോയി. ആളുകൾ ചിന്താശക്തിയുള്ളവരായി. അവർ പാർട്ടിക്കും നാടിനും ഗുണമില്ലാത്തവരെയൊക്കെ തോൽപ്പിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പം എവിടെ നിന്നാലും ഈ കെ സി തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിക്കില്ല എന്ന് എന്താണ് ഉറപ്പിരിക്കുന്നത്? അപ്പോൾ വീണ്ടും അതൊരു പ്രശ്നമായി തീരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കെ സി കേന്ദ്രത്തിലൊരു നേതാവാണ്, കാര്യപ്പെട്ട നേതാവാണ്. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിനൊരു വലിയ പ്രാതിനിധ്യമാണ്, അംഗീകാരമാണ് അവിടെ കിട്ടുന്നത്. കെ സി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇല്ലാതാവും. ഇപ്പം തന്നെ ഈ മുകുൾ വാസനിക്ക്, അതുപോലെയുള്ള ദീപാദാസ് മുൻഷി, ഇങ്ങനെയുള്ള കുറേ കക്ഷികൾ അവിടുന്ന് ചാടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായിരിക്കും ഇങ്ങനെ അവിടുന്ന് സ്ഥലം കാര്യമാക്കുന്നത്. അപ്പം മലയാളിക്ക് കിട്ടുന്ന ഒരു അവസരം അവിടെ ഇല്ലാതായി പോകുന്നു. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് എന്തെങ്കിലും അധികാരത്തിൽ വരുമല്ലോ, വരാതിരിക്കുമെന്ന് കരുതാനാവില്ല. കാരണം ഈ പാർട്ടികളെ കുറേ ഭരിച്ചു കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് മടുക്കും. അപ്പം പുതിയ ഒന്നിനു വേണ്ടിയിട്ട് അവർ ദാഹിക്കും, മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുമ്പോൾ അർഹമായൊരു സ്ഥാനത്തേക്ക് കെ സിക്ക് ചാൻസുമുള്ളതാണ്. അപ്പോൾ അതെല്ലാമാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് ഇനി കെ സി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്? എന്ത് പുരോഗതി ആണ് അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നത്? ഈ സാധാ രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ പരിപാടികളുമാണ് അദ്ദേഹത്തിൻ്റെ കൈമുതലായിട്ടുള്ളത്. പുതിയതായിട്ടുള്ളൊരു കാഴ്ചപ്പാടോ, ഞങ്ങൾ ഇന്നത് ചെയ്യും, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടോ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ആ കാഴ്ചപ്പാടാണ് ഈ വി ഡി സതീശനുള്ളത്. പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയതിനെ സ്വീകരിക്കാനും പുതിയതിനെ അറിയാനുമുള്ളൊരു താല്പര്യം, എല്ലാ രംഗത്തുമുള്ള ഒരു പ്രാഗൽഭ്യം, അത് ഇവർക്കാർക്കുമില്ല. ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ്, ചെന്നിത്തലയാണേലും കെ സി വേണുഗോപാലാണേലും. അപ്പോൾ ആ രാഷ്ട്രീയക്കാർ മാത്രമായി കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അവരെല്ലാം ആ പിണറായി ടൈപ്പിലേക്ക് അങ്ങ് വരും. അധികാരപ്രമത്തത, ഞാൻ വലിയ പുള്ളിയാണ്, ഞാനാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം പോവും. ആ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട്, ഈ സ്റ്റേറ്റിനെ മുന്നോട്ട് നയിക്കാനുള്ള ആ താല്പര്യം, ഇതെല്ലാം കൈമോശം വന്നു എന്നിരിക്കും. എങ്ങനെ വന്നാലും അത് ജനങ്ങൾക്ക് ഗുണകരമായിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കില്ല ഉണ്ടാക്കുക. ഇനിയിപ്പം ഈ പിണറായിയുടെ ശൈലിയാണ് നമ്മൾ എല്ലാവരും, പിണറായി ഒരു നല്ല മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഉണ്ടാകാൻ വഴിയില്ല. ആകെയുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ ശൈലി, അദ്ദേഹത്തിൻ്റെ ആ രീതി ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ ആളുകളെ ഭരിക്കുന്ന രീതി, ആളുകളോട് പെരുമാറുന്ന രീതി, അതുപോലെ തന്നെ ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ 40 വണ്ടിയൊക്കെ ആയിട്ട് പുറകെയായിട്ട് അകമ്പടി പോകുന്ന ഒരു കാഴ്ച, അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഈ 40 വണ്ടിയുടെയൊക്കെ ആവശ്യം എന്തായിരുന്നു? ഇതൊക്കെ ആളുകളെ അലോസരപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ലാത്ത കാര്യമാണോ? പിന്നെയുണ്ട് അദ്ദേഹം ഒരു OBC താഴ്ന്ന ജാതിയിൽ നിന്ന് വന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോടുള്ള ആ വിരോധം, അങ്ങനെയുള്ള ഒരാളിങ്ങനെ ഈ രീതിയിലൊക്കെ പോകുന്നത് കാണുമ്പം മറ്റുള്ളവർക്ക് ഈ ചൊറിച്ചിൽ കൂടുകയും ചെയ്യും. അതൊക്കെ കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു വ്യക്തി, അതും കേരളത്തിന് വലിയ നേട്ടങ്ങളുണ്ടാക്കിയ, വലിയ മാറ്റങ്ങളുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അത് നമുക്ക് മറക്കാനുമാവില്ല. അപ്പോൾ ആ നിലയിലേക്ക് പോലും ഉയരാൻ കെ സിക്ക് കഴിയുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. വി ഡി സതീശനല്ലാതെ ചെന്നിത്തലയായാലും കെ സി ആയാലും ഒരു സാധാ മുഖ്യമന്ത്രി ഭരണം നടത്തിപ്പോവും. കാര്യങ്ങളെല്ലാം പൊളിറ്റിക്സും അതും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നതൊഴിച്ചാൽ കേരളത്തിനൊരു വലിയ മാറ്റമുണ്ടാക്കാനായിട്ട്
പിന്നെ അദ്ദേഹത്തിന് കഴിയുമെന്ന് നമ്മളാരും കരുതുന്നുമില്ല. എന്തായാലും ഇനി പിന്നെ പ്രഖ്യാപനം കാത്തിരിക്കാം, എന്താണ് വരാൻ പോകുന്നതെന്ന് നോക്കാം.